ഹലോ മക്കളെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ആദ്യമേ ഞാനൊരു കാര്യം പറയുകയാണ്. സത്യം പറയാലോ, എനിക്ക് കാര്യമായിട്ടുള്ള എഡിറ്റിംഗ് ഒന്നും അറിയില്ല, പഠിച്ചു വരുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ യൂട്യൂബിനെ കുറിച്ചും കാര്യമായിട്ടുള്ള വലിയൊരു അറിവൊന്നുമില്ല, എന്നാലും ഞാനൊക്കെ പഠിച്ചു വരുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ. എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണം തോന്നുന്നുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിക്കുകയും വേണേ. ഓരോരോ വീഡിയോസൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കട്ടോ, ഇതുപോലെ തന്നെയൊക്കെയാണല്ലോ എൻ്റെ ലൈഫും, അപ്പോൾ എനിക്കും ഒരു ചാനൽ തുടങ്ങിക്കൂടെ എന്നൊക്കെ വിചാരിക്കാറുണ്ട്. ആദ്യം ഒരു ചാനൽ ഉണ്ടായിരുന്നു, പിന്നെ അതിൽ തീരെ വീഡിയോസൊക്കെ ഇടാറായി. അങ്ങനെ ആയിട്ട് പിന്നെ ഞാൻ അതിമൊക്കെ ഒന്നിനും നിന്നില്ല. അങ്ങനെ പുതിയതായിട്ട് തുടങ്ങിയ ചാനലാണിത്. ഈ വീഡിയോ, അതായത് ഇപ്പോൾ ഈ കാണുന്ന ഫിഷ് ഫ്രൈൻ്റെ വീഡിയോ ഞാൻ കുറേ മുൻപ് എടുത്തു വെച്ചതാട്ടോ. എനിക്കൊരു സ്വഭാവമുണ്ട്, വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കൂട്ടോ. അതെനിക്ക് അതേ ഉള്ളൊരു സ്വഭാവമാണ്. അങ്ങനെ ഫോണിൻ്റെ മെമ്മറി കാർഡൊക്കെ നിറയും, ലാസ്റ്റൊക്കെ ഒഴിവാക്കും, പോകും. അങ്ങനെയൊക്കെ ആയിട്ട് ഒരു വിഷമമൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ സത്യം പറയണമെങ്കിൽ ഞാൻ ഒരു മുൻപത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എൻ്റെ പഴയ ചാനലിലത്തെ വീഡിയോസൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും എനിക്ക് ഇഷ്ടമാണ് വീഡിയോസ് എടുക്കാനും അത് ഇതുപോലെ ചാനലിലൊക്കെ ഇടാനും ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ പിന്നെ ഞാനിതിനിടെ വെറുതെ ആ ഇഷ്ടം വെറുതെ കളയുന്നത്, നമുക്ക് എന്തായാലും അത് യൂട്യൂബ് പുതിയൊരു ചാനൽ തുടങ്ങിയിട്ട് റെഡിയാക്കി കളയാമെന്ന് കരുതി അങ്ങനെ വീണ്ടും ഞാൻ തുടങ്ങിയ ചാനലാട്ടോ ഇത്. ഇതിൻ്റെ പേര് ഹാപ്പി ഡേയ്സ് വിത്ത് ആൻസി എന്നാണ്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് വല്ല ഹാപ്പിനെസ്സൊക്കെ കിട്ടുകയെന്നുണ്ടെങ്കിൽ എന്നെ കൂടെ കൂട്ടണം കേട്ടോ. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ മീനൊക്കെ കായം തേച്ച് വെച്ചു. പിന്നെ എണ്ണ കുറച്ച് നേരം മസാല പിടിക്കാൻ വേണ്ടി വെച്ചു കേട്ടോ. അങ്ങനെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് ചൂടാക്കി, എണ്ണയൊക്കെ നന്നായി ചൂടായപ്പോൾ ഞാൻ മീനൊക്കെ ഇട്ട് കൊടുത്തു. ഈ ചീനച്ചട്ടി ഞങ്ങളുടെ ഫേവറേറ്റ് ചീനച്ചട്ടി കേട്ടോ. സത്യത്തിൽ ഒരുവിധം എല്ലാ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കറികൾ, വറക്കൽ, പിടുക്കൽ ഒക്കെ അതിലാണ്. പറയുമ്പോൾ പാത്രങ്ങളില്ലാത്തതുകൊണ്ടല്ല, പക്ഷേ എങ്ങനെ പോയാലും നമ്മൾ ഈ ഒരു ചട്ടിയെ വിട്ടുള്ള കളിയില്ല മക്കളെ. ഭയങ്കര ഇഷ്ടമാണ്. ഇതുപോലത്തെ ചട്ടികളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടോ? നിങ്ങൾക്ക് ഇതുപോലെ പ്രേമമുള്ള ചട്ടികൾ ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണേ. ഈ പാത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാലോ, പെട്ടെന്ന് അടി പിടിക്കുകയൊന്നുമില്ല, നല്ല കംഫർട്ടബിളാണ് അല്ലേ, അത്യാവശ്യം കനമൊക്കെ ഉണ്ട്, നല്ല സുഖമാണ്, മാനേജ് ചെയ്യാൻ ഭയങ്കര സുഖമാണ്. എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ വീട്ടിലും ഈ ഒരു ടൈപ്പ് ഓഫ് ചീനച്ചട്ടി ഉണ്ടെന്ന്. എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ. ഇതിനേക്കാളും കുറച്ച് വലുതാണേ. അച്ഛൻ മുരിങ്ങൻ്റെ ഇല കൊണ്ടുവന്നിരുന്നു കേട്ടോ. അപ്പോൾ ഈ മുരിങ്ങൻ്റെ ഇല നമ്മൾ ഉപ്പേരി വെച്ചു, കാരണം കറിയും ഫ്രൈ ഒക്കെ ആദ്യം ആയിരുന്നു. എന്നാൽ പിന്നെ ഉപ്പേരി വയ്ക്കാമെന്ന് കരുതി. അങ്ങനെ സത്യം പറയണമെങ്കിൽ ഈ മുരിങ്ങൻ്റെ ഇല ഉപ്പേരിയൊക്കെ മതി ഒരു കറി, മീൻസ് ചോറ് കഴിക്കാൻ, കറിയൊന്നും വേണമെന്നില്ല. അങ്ങനെ പിന്നെ ഉച്ചഭക്ഷണം കഴിഞ്ഞ് ഞാൻ നേരെ എൻ്റെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളിലേക്ക് ഇറങ്ങി. ഫോട്ടോഷൂട്ടായിരുന്നു പ്രധാനമായിട്ട് ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ചിലർക്ക് ഒക്കെ അറിയായിരിക്കും, എന്നെ പേഴ്സണലി അറിയുന്നവർക്ക് അറിയുമായിരിക്കും. ഞങ്ങൾക്കൊരു ഓൺലൈൻ സ്റ്റോറുണ്ട്. ഞാനും എൻ്റെ ഫ്രണ്ട് അശ്വതിയൊക്കെ കൂടെയാണ് നടത്തുന്നത്. ഞങ്ങൾ തന്നെയാണ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനൊക്കെ പോകാറുള്ളത്. നല്ല രസമാണ്. ഒന്നാമത് നമ്മുടെ വൈബുള്ള ഒരാൾ കൂടെ ഉണ്ടാകുമ്പോൾ എൻജോയ് ചെയ്ത് അങ്ങ് പോവുകയും ചെയ്യുക. പോക്ക് വരവൊന്നും ഞങ്ങൾ അറിയാറേ ഇല്ല, കാരണം ഫുള്ള് വർത്താനാവും. ഇവിടുന്ന് അതുവരെ അവിടുന്ന് ഇതുവരെ ഫുള്ള് സംസാരിച്ചുകൊണ്ടേയിരിക്കും. എനിക്ക് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. എന്താ പറയണമെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, എന്നാലോ പറയാമെന്ന് വെച്ചാൽ ഒരുപാടുണ്ട്. അങ്ങനെ ഒരു ലെവലാണ്, അത് വേറെ കഥ. അപ്പോൾ ഇത് നമ്മുടെ ലോട്ടസിൻ്റെ ലാസ്റ്റ് പീസാട്ടോ. അത് ലോട്ടസൊക്കെ പെട്ടെന്ന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയി. ആ ഓണത്തിൻ്റെ ടൈമിലാണ് ഞങ്ങൾ ഈ ഓൺലൈൻ ബിസിനസ്സൊക്കെ ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഇറക്കിയൊരുവിധ സാധനങ്ങളൊക്കെ ചടപടേച്ചിട്ട് ചിലവാകും ചെയ്തു. പിന്നെ കുറച്ച് എന്തായാലും നമ്മുടെ കയ്യിൽ കുറച്ച് ഉണ്ടാവുമല്ലോ, അതും പതുക്കെ മൂവ് ചെയ്യുന്നൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ കാര്യമായിട്ടുള്ള സീസണൊന്നും അല്ലല്ലോ. അങ്ങനെ ഞാനിതേ നമ്മുടെ ത്രിവർണിക എന്നാട്ടോ ഞങ്ങളുടെ ഓൺലൈൻ സ്റ്റോറിൻ്റെ പേര്. ത്രിവർണികക്ക് വേണ്ടിയുള്ള കുറേ ഫോട്ടോസും ഇതൊക്കെ വീഡിയോസൊക്കെ എടുത്ത് സെറ്റ് ചെയ്തു. കാരണം ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ അതൊക്കെ എടുത്തതിൻ്റെ ശേഷം ഞാൻ എഡിറ്റിങ്ങിലേക്ക് കടന്നിട്ടാണ്. കുറച്ച് ടൈം എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിരുന്നു. ആ ടൈമിലാണ് പിന്നെ എൻ്റെ പുത്രൻ എണീറ്റത്. അപ്പോൾ മോൻ എണീറ്റേ പിന്നെ ഒന്നും നടക്കില്ല, കാരണം അവൻ പിന്നെ ദിമ്മൽ വന്ന് പിടിക്കലും ഇതൊക്കെ ആയിട്ട് നാശാവുമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ വേഗം ഇതൊക്കെ എടുത്ത് വെച്ച് പിന്നെ മോൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ ഞങ്ങളുടെ ഓൺലൈൻ സ്റ്റോറിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും പറയണേ. വല്ല മാലകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളടുത്ത് കോണ്ടാക്റ്റ് ചെയ്യുക. ഇന്ത്യയിലെവിടെയും ഞങ്ങൾ എത്തിച്ചു തരുന്നതാണ്. അങ്ങനെ ഭയങ്കരമായ റേറ്റുള്ള സാധനങ്ങളൊന്നുമല്ല ഞങ്ങളുടെ അടുത്തുള്ളത്. അത്യാവശ്യം കാണാൻ വൃത്തിയും ഭംഗിയുള്ള ക്വാളിറ്റിയുള്ള ഓർണമെൻറ്റ്സാണ് നമ്മളുടെ അടുത്തുള്ളത്. ഒരു ഒഫീഷ്യൽ പേജ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ, ത്രിവർണിക എന്ന് പറഞ്ഞിട്ടൊരു പേജ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റൊക്കെ ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ എന്തായാലും എന്നെ കൂടെ കൂട്ടാൻ വീണ്ടും മറക്കരുത് കേട്ടോ. ഓക്കെ, ടാറ്റാ. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ പിന്നെ ഒരു ദിവസം വരുന്നുണ്ട്.